ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ച് കളയല്ലേ. എൻ്റെ ലാസ്റ്റത്തെ ഒരു 2-3 വീഡിയോസ് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വലത്തെ കണ്ണില് ലോവർ ഐലിഡിലായിട്ട് ചെറിയൊരു സ്വെല്ലിങ്. കലീസിയോൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതൊരു 1.5 മാസം മുന്നാണ് എനിക്ക് ആദ്യമായിട്ട് അത് വരുന്നത്. കുറേ നാളായിട്ടും അത് പോയില്ല. ഫൈനലി ഞാനൊരു ഡോക്ടറെ കാണുകയാണ്. അപ്പം ഡോക്ടറാണ് പറയുന്നത്, നിഖിലേ ഇത്രയും നാളത് വച്ചുകൊണ്ടിരിക്കാൻ പാടില്ലായിരുന്നു, ഇനി ചെറിയതൊരു മൈനർ സർജറി ചെയ്താലേ അതെടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് എല്ലാവരുടെ ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ പ്രശ്നങ്ങളെ വച്ചുകൊണ്ടിരിക്കരുത്, എപ്പോഴും നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതാണ് നല്ലത് എന്ന് അഡ്വൈസ് ചെയ്യുന്ന ഞാനാണ് ഇതിങ്ങനെ ഇപ്പം ചെയ്തത്. മേ ബി ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ശകലവും കൂടി കൂടുതൽ മനസ്സിൽ രജിസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ലെസൺ ആയിരിക്കും. സോ പ്ലീസ് ഡോണ്ട് വെയിറ്റ്. താങ്ക്ഫുള്ളി കൂടുതൽ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. 2 ദിവസം മുന്നേ ആയിരുന്നു ആ ഒരു സർജറി. ഒരു മൈനർ പ്രൊസീജിയർ ആയിരുന്നു. അപ്പോൾ താങ്ക്ഫുള്ളി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അത് ശകലം ആ സ്വെല്ലിങ് മാറി ഓക്കെ ആയിക്കോളും. ആ ഒരു ഗ്ലാൻഡ് എന്തായാലും എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്വെല്ലിങ്ങിന് കാരണമായിട്ടുള്ള ഒരു ഓയിൽ ഗ്ലാൻഡ്. സോ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഇത് കുത്തി വരച്ചിടുക. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നി തുടങ്ങുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് കൺസൾട്ടേഷൻ എങ്കിലും ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് സം ഐഡിയ റിഗാർഡിങ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സിവിയർ ആകാൻ വേണ്ടിയിട്ടും കാത്തു നിൽക്കരുത്. ഞാൻ പറയുന്ന പോലെ നേരത്തെ കണ്ടെത്തി പരിഹരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സോ യെസ്, ഹിയറിംഗ് എയ്ഡ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഓക്കെ, സ്റ്റേ ഹെൽത്തി. ബൈ. ഇതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ച് കളയല്ലേ.